ജിസയിലും ആരനും തമ്മിൽ നടന്നെന്ന് അനു പറഞ്ഞ കാര്യം ഇറ്റ്സ് ട്രൂ. 2 വീക്ക് വന്നൊരു ചെക്കൻ വന്നിട്ട് പറയാൻ ഞാൻ കണ്ടു. എന്ത് കണ്ടു? വാട്ട് യു ഹാവ് സീൻ? ബുൾഷിറ്റ് മാൻ. ദാറ്റ് ഇസ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. എപ്പോഴും തമാശയല്ല, ചില സാധനങ്ങൾ ഇമ്പോർട്ടൻറ്റ് ലൈഫിലാണ്. സോ അതൊക്കെ എനിക്ക് വേണ്ടി ഒരു പേഴ്സണൽ സക്സസ് ആണ് ലൈഫിൽ. ഞാൻ ചേട്ടൻ വിളിക്കുമ്പോൾ പുള്ളി എന്നെ തന്തയ്ക്കും തള്ളക്ക് വിളിച്ചപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് മനസ്സിലായി പുള്ളി അപ്പം തന്നെ ഒരു വേറൊരു പൂച്ചയാണ്. ജാടയും മുണ്ടക ഇറക്കും. ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പ് 2 ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരാൾ ആര്യനായിരുന്നെങ്കിൽ അപ്പുറത്ത് വരുന്ന ആര്യൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആരായിരിക്കും? അക്ബർ നല്ലൊരു കണ്ടസ്റ്റന്റ്. ശരിക്കും ലക്ഷ്മി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആര്യന് യോജിക്കാൻ പറ്റുന്നതായിരുന്നോ? ഐ എം നോട്ട് അഗൈൻസ്റ്റ് എനി കമ്മ്യൂണിറ്റി ഓർ എനി പീപ്പിൾ. ഐ എം ന്യൂട്രൽ ടു ഓൾ. ഇഫ് യു ആർ എ ഹ്യൂമൻ യു ആർ ജസ്റ്റ് ഓക്കെ ടു മീ. അതെന്ന് പറഞ്ഞാൽ മർഡർ ഒന്നുമല്ലല്ലോ ചെയ്തത്. ഷീ ഈസ് നോട്ട് എ മർഡറർ ഓർ എ കിഡ്നാപ്പർ ഓർ എ കില്ലർ ഓർ സംതിങ്. ഷീ ഈസ് എ ഹ്യൂമൻ ഹു ഹാസ് ചോസൻ ഹർ വേ ഓഫ് ലിവിംഗ്. I welcome everyone at my house. I welcome Lakshmi also. ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നമ്മൾ നോർമലി എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇപ്പോൾ അനു ആയിക്കോട്ടെ ഇല്ലെങ്കിൽ റെന ആയിക്കോട്ടെ ആര്യന് ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇൻ ദ കേസ് ഓഫ് വുമൻസ്. ഇപ്പോൾ ഈ ജിസൈലിൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ നൂറയുടെ ഇഷ്യൂ, റെനയുടെ ഇഷ്യൂ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം റെന ആണെങ്കിൽ തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം എപ്പിസോഡ്സ് കണ്ടതിന് ശേഷം ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു റെനയുടെ ഭാഗത്തായിരുന്നു ഫോൾട്ട്. ആര്യൻ അന്നങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. കാര്യം അതിന് ശേഷം റെന കംപ്ലീറ്റ്ലി ആര്യന് സപ്പോർട്ടിംഗ് പോസ്റ്റാണ് ഇട്ടത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബിഗ് ബോസ് പോലൊരു ഷോ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കണ്ടോണ്ട് ഇപ്പം എല്ലായിടത്തും നമുക്ക് ഓക്കെ എനിക്ക് പിന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം റെന അല്ലെങ്കിൽ നൂറ അല്ലെങ്കിൽ അനു ഇവരെല്ലാം ഈ ഫീമെയിൽ കണ്ടസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേ ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അതിലെന്തായിരുന്നു പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഷോയിൽ പോകുമ്പോൾ ഈവൻ ഇഫ് യു വോണ്ട് ടു ഓർ ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഏതെങ്കിലും ഒരു മണ്ടനായിരിക്കും ഇങ്ങനെ പോലെ സാധനങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത്ര വലിയ ഷോയിൽ കേരളത്തിൻ്റെ മൊത്തം ജനങ്ങൾ കാണുന്നൊരു ഷോ ആണ് ബിഗ് ബോസ്. ആ ബിഗ് ബോസിൽ വന്നിട്ട് ഞാനൊരു പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഞാൻ വന്നത് എൻ്റെ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എൻ്റെ ലൈഫ് കളയാൻ വേണ്ടിയല്ല. സോ ഇൻ ദ ബാക്ക് ഓഫ് ദ മൈൻഡ് ഓൾസോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ എത്ര സബ് കോൺഷ്യസ് മൈൻഡിലും ഞാൻ ഈ പറഞ്ഞ പോലെ റെനയുടെ മേത്ത് അങ്ങനെയൊക്കെ ചെയ്തത് ഭയങ്കര ഒബ്വിയസ് ആണ്. ഞാനത് ഇൻറ്റൻഷനലി അവളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ചെയ്യില്ല. ജസ്റ്റ് മൈറ്റ് ബി ആൻ ആക്ട് ഓഫ് വാട്ട് ദേ ഓൾ ആർ റെസിപ്രോക്കേറ്റിംഗ് ടു. ഭയങ്കര നോർമൽ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതായാലും പിന്നെ ഞാൻ ലാസ്റ്റ് 100യുടെ വയറ് നോക്കി കാണിച്ചു. അതൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടുമില്ല പുറത്തേക്ക്. ബിക്കോസ് ഞാനൊന്നും ചെയ്തിട്ടുമില്ല അതിന് വേണ്ടി. അത്രയ്ക്ക് ഒഫെൻസീവ് അല്ലെങ്കിൽ അത്രയ്ക്ക് ബാഡ് ആണെങ്കിൽ ബിഗ് ബോസ് കാണിച്ചാണ് ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ഒബ്വിയസ് ആണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ പിടിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ബാഡ് അടിക്കും. റെനയുടെ കാര്യത്തിൽ ഞാനൊന്നും പറയില്ല. റെന ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. റെന ഈസ് നോട്ട് എനിത്തിങ് ബാഡ്. അവൾക്ക് അവിടെ ഫിയർ അടിച്ചു, അവിടെ എന്നോട് കൺഫ്യസ് ചെയ്തു. ഞാൻ കുറച്ച് ആ പ്രശ്നം വലുതാക്കി, അത് നീട്ടിപ്പോയി. ഇല്ലെങ്കിൽ നീട്ടി പോകേണ്ട സബ്ജക്റ്റ് അല്ല അത്. അപ്പോൾ അത് ഐ തിങ്ക് റെനയുടെ ഭാഗത്തും തെറ്റല്ല, എൻ്റെ ഭാഗത്തും തെറ്റല്ല. രണ്ടുപേർക്ക് വേറെ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വന്ന് സോൾവ് ചെയ്തു. ഫാമിലി വരുന്ന ആ ഒരു എപ്പിസോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയത് ആര്യൻ്റെ അമ്മയായിരുന്നു. ശരിക്കും അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു തോട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ശരിക്കും ലക്ഷ്മി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആര്യന് യോജിക്കാൻ പറ്റുന്നതായിരുന്നോ? ഇപ്പോൾ എന്നോട് ചോദിച്ചു, ആര്യൻ നിങ്ങൾ LGBTQ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്താ? ഇല്ല എന്നും പറയാൻ പറ്റുന്ന, ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ പൊളിറ്റിക്കലി റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ, if you are part of LGBTQ, I am not with you or I am not against you. I am just existing. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് പോവാണ്. നിങ്ങളൊരു റാലി ചെയ്താൽ ആ റാലിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. പക്ഷെ നിങ്ങളെ കുറ്റം പറയാനും ഞാൻ വരത്തില്ല. നിങ്ങൾ മനുഷ്യന്മാർ, ഞാനും മനുഷ്യന്മാർ. നിങ്ങൾ ജീവിച്ചു പോകും, ഞാനും ജീവിച്ചു പോകും. നിങ്ങളെ കൂടുതൽ സപ്പോർട്ടും ചെയ്യാൻ വരില്ല, നിങ്ങളെ അഗെയിൻസ്റ്റും ഞാൻ വരില്ല. ഐ വിൽ ബി ഹു ഐ വോണ്ട് ടു ബി. ബിക്കോസ് എനിക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമോ? ഈ LGBTQ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമോ? വരില്ല. അവരവരുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും സപ്പോർട്ട് ചെയ്യണത്. സോ എനിക്കങ്ങനെ കമ്മ്യൂണിറ്റി നോൺ കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. ഇറ്റ്സ് എ വെരി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ആൻസർ പറയണമെങ്കിൽ ഇങ്ങനെ ആൻസർ പറയണം, ഏതെങ്കിലും ഷോയിൽ പോയിട്ടും. ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ സൈഡിൽ നിന്ന് നെഗറ്റീവ് അടിക്കും. ഞാൻ അവരുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നെഗറ്റീവ് അടിക്കും. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ആഫ്റ്റർ ദ ഷോ യു ആർ എ ഹ്യൂമൻ, യു ലിവ്. ഐ ആം എ ഹ്യൂമൻ, ഐ ലിവ്. ഐ വോണ്ട് സപ്പോർട്ട് യു, യു ഡോണ്ട് സപ്പോർട്ട് മീ. ബട്ട് ഐ വോണ്ട് ഗോ അഗൈൻസ്റ്റ് യു, യു ഡോണ്ട് ഗോ അഗൈൻസ്റ്റ് മീ. ജസ്റ്റ് ലിവ്. ഓക്കെ, ഈ ഷോ കഴിഞ്ഞിട്ട് ആദിലും നൂറയും അപ്പോൾ ആര്യൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ആരും കേൾക്കും? മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാരെ എല്ലാവരും കേട്ടു. ഞാൻ എനിക്ക് എന്തൊരു പ്രശ്നമാണത്?
എനിക്ക് ഈ പറഞ്ഞ പോലെ ചില അവൾ ആദ്യം പറഞ്ഞ മർഡർ ഒന്നുമല്ലല്ലോ ചെയ്തത്. ഷീ ഈസ് നോട്ട് എ മർഡറർ ഓർ എ കിഡ്നാപ്പർ ഓർ എ കില്ലർ ഓർ സംതിങ്. ഷീ ഈസ് എ ഹ്യൂമൻ ഹു ഹാസ് ചോസൻ ഹർ വേ ഓഫ് ലിവിങ്. ഐ വെൽക്കം എവറി വൺ അറ്റ് മൈ ഹൗസ്. ഐ വെൽക്കം ലക്ഷ്മി ഓൾസോ. ലക്ഷ്മി വരൂ. ലക്ഷ്മി ഇവരുടെ അതിരെ ഇത്ര വലിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ പറയും ലക്ഷ്മി എൻ്റെ വീട്ടിൽ വാ, അതിൽ എൻ്റെ വീട്ടിൽ വാ. എനിക്കങ്ങനെ ഐ എം നോട്ട് അഗേൻസ്റ്റ് എനി കമ്മ്യൂണിറ്റി ഓർ എനി പീപ്പിൾ. ഐ എം ന്യൂട്രൽ ടു ഓൾ. ഇഫ് യു ആർ എ ഹ്യൂമൻ യു ആർ ജസ്റ്റ് ഓക്കെ ടു മീ. But don't be a bad human. Like, don't be a murderer or a kidnapper or something very bad. Apart from that, I'm good with everyone. Okay. Yeah. ആരും ഈ എന്താ പറയുക ആരോടെങ്കിലും ഉള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണോ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഷാനവാസായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയ എപ്പിസോഡിൽ നമുക്ക് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഷാനവാസിന്റെ പേര് പറയുന്നില്ല. ഇപ്പം ആരെങ്കിലുമായിട്ട് നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അവരുടെ പേര് ഇപ്പം നോമിനേഷനിലോ കാര്യങ്ങളിലും പറയാറില്ല. അപ്പോൾ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണോ? 100%. ഈ പറഞ്ഞ പോലെ എവിക്ഷൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ വീട്ടിലുണ്ടായ ഫൈറ്റ് എന്ന സാധനം രണ്ട് വേറെ സാധനങ്ങളാണ്. എനിക്ക് അനുമോളുടെ ഫൈറ്റ് ഉണ്ടായാൽ ഞാൻ അനുമോളെ എവിക്റ്റ് ചെയ്യേണ്ടത്. അനുമോൾ ആ വീക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോൾ ഞാൻ എവിക്ഷനിൽ ഇടൂല. ഞാൻ ഇട്ടിരിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കാട്ട് 1 സ്റ്റെപ്പ് താഴെയുള്ള പ്ലേയേഴ്സ് ഞാൻ എവിക്ഷനിൽ ഇട്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ എവിക്ഷനിലും. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാഫ് നോക്കിയാൽ എന്നെ കാട്ട് 1 സ്റ്റെപ്പ് താഴെ കളിക്കുന്ന പ്ലേയേഴ്സ് ഞാൻ എല്ലാവരും എവിക്ഷനിൽ ഇടും. ബിക്കോസ് അതാണല്ലോ ഗെയിം. നമ്മുടെ ഒരു വീക്ക് പ്ലെയർ, നമുക്ക് തോന്നിയ വീക്ക് പ്ലെയറിന് ഇട്ടാലാണ് നമ്മൾ സേഫ് ആവുന്നത് അല്ലേ? ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പ്രവീൺ പോയി. പ്രവീണിനെ ആ വീക്ക് ആരും എവിക്ഷൻ ഇട്ടില്ലെങ്കിൽ പ്രവീണിനെക്കാട്ട് ബെറ്റർ പ്ലെയർ പോകും. ചിലപ്പോൾ ഞാനാവാം, ചിലപ്പോൾ നിങ്ങളാവാം, ആരാവാം. അപ്പോൾ എപ്പോഴും എവിക്ഷൻ പോലെ കാണാം. ഡോണ്ട് സീ എവിക്ഷൻ ലൈക്ക് എ പേഴ്സണൽ വെൻഡേറ്റ സ്പേസ്. അവിടെ നിങ്ങൾ ഗെയിം ചീത്തയാവും. ഗെയിം ഇപ്പുറത്ത്, പേഴ്സണൽ ഇപ്പുറത്ത്, അതിനിടയിലൊരു ലൈൻ ഉണ്ട്. അതെപ്പോഴും വരയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഗെയിം ചീത്തയായി പോകും. ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറഞ്ഞില്ല ആര്യൻ ജിസയിലെ വട്ട പാവാട എപ്പോഴും കൂടി നടന്നുകൊണ്ടിരിക്കും. ഇതെന്താ കാരണം? ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചില്ല ജിസയിലിൻ്റെ കൂടെ. ജിസയിൽ ചെയ്യുന്ന കുറ്റങ്ങൾ എനിക്ക് ഓക്കെ ആയിരുന്നു. എന്താ കാരണം? സ്വാഭാവികം നമ്മളൊരു ഹ്യൂമൻ ആകുമ്പോൾ ഒരാൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് തോന്നിയാൽ അയാളുടെ കുറ്റം നമുക്ക് ഓക്കെ തോന്നുള്ളൂ. പക്ഷെ ആ സെയിം കുറ്റം വേറെ ചെയ്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതാണല്ലോ ദാറ്റ് ഇസ് ഹൗ ദ ഹൗസ്. ഇതിൽ ഞാനിത് കംപ്ലയിൻ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്. ഐ ഫീൽ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ഹ്യൂമനാണ്. എനിക്ക് ജിസയിലിന് ഭയങ്കര കാര്യമാണ്. ജിസയിൽ ചെയ്യുന്ന കുറ്റം എനിക്ക് അധികം കുറ്റമായിട്ട് തോന്നുന്നുള്ളത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്നെ മാറ്റാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവിടെ ഫേക്കായിട്ട് അഭിനയിക്കാൻ പറ്റും. ജിസയിൽ നീ ചെയ്യുന്ന ഭയങ്കര കുറ്റമാണ്. ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് അവളെ ഞാൻ ജയിലിൽ വിട്ടില്ലേ, ജയിലിലൊക്കെ അത് അഭിനയമായിരുന്നു. ജിസയിൽ കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് ജിസയിൽ. പക്ഷെ എൻ്റെ മൈൻഡിൽ പാവമുണ്ട്. പക്ഷെ എന്തിനാ ഇത് ഗെയിമിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതും ചെയ്യണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി അവിടെ നാച്ചുറൽ ആയാൽ മതിയായിരുന്നു. ജിസയിലിനെ ഇവിടെ ഉണ്ടായിരുന്നു. Because എൻ്റെ മനസ്സ് വിടുന്നില്ല. It's not letting me let her evict her to jail because she's someone who I really care for in the house. ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. ഗെയിം എഫക്റ്റ് ചെയ്യണ്ടേ അവിടെ, അത് കാരണം. ഓക്കെ, നമ്മൾ ബിഗ് ബോസിൽ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പറഞ്ഞു അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടാണ്. കയറുന്നതിന് മുന്നേ ബിഗ് ബോസ് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, അതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ശരിക്കും നമ്മൾ ഇപ്പം കഴിഞ്ഞ സീസൺസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഔട്ടായി കഴിയുമ്പോൾ പറയും അത് ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്തതാ. ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ ചോദിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ശരിക്കും റിയലി ഇപ്പം ആരും കയറുന്നതിന് മുന്നേ വല്ല ആരുടെ ഇൻട്രസ്റ്റ് ഒക്കെ ചോദിച്ചിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ലവ് ട്രാക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കുമല്ലോ? ബിഗ് ബോസ് സജസ്റ്റ് ചെയ്യാൻ ആരാ? എനിക്ക് മനസ്സിലായില്ല ഈ ക്വസ്റ്റ്യൻ. ബിഗ് ബോസ് കൻ നോട്ട് ടെൽ എനി കണ്ടസ്റ്റന്റ് വാട്ട് ടു ഡു ഇൻ ദ ഹൗസ്. ബിഗ് ബോസിന് ബിഗ് ബോസ് ആയിട്ട് ജോലിയുണ്ട്. മോർണിംഗ് എല്ലാവരും മൈക്കിടാൻ പറയുക, ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഗെയിം കളിപ്പിക്കുക, നല്ല ഗെയിം ഷോയുടെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടുക, സാധനങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് എന്നോടൊന്നും പറഞ്ഞില്ല ലവ് ട്രാക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ഫൈറ്റ് ട്രാക്ക് പിടിക്കാനോ അല്ലെങ്കിൽ മാസ് പിടിക്കാനോ. ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ലവ് ട്രാക്ക് പിടിച്ചിട്ടില്ല. ഇല്ല, ആരും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന് മുന്നുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് സീസൺസിലൊക്കെ ഇങ്ങനെ ലവ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോൾ പറയും അത് ബിഗ് ബോസ് സജസ്റ്റ് ചെയ്തിട്ടാണ്. ഈവൻ നിങ്ങളുടെ സീസണിൽ പോലും ഒരു കണ്ടസ്റ്റന്റിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് അബൌട്ട് ദ ലവ് ട്രാക്ക്, പക്ഷെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് വന്നപ്പം അത് ബിഗ് ബോസ് സജസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവാം, അതിലെനിക്ക് അത്ര അധികം നോളജ് ഇല്ല ഈ കാര്യത്തിൽ. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ലവ് ട്രാക്ക് പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പിടിക്കും? പോകുന്ന പെൺകുട്ടിയിൽ ലവ് ഉണ്ടെന്ന് എനിക്ക് പിടിക്കാൻ പറ്റും ട്രാക്കിൽ. എനിക്ക് ഈ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ലാലട്ടനോട് ചോദിച്ചു ഈ കാര്യം. ലാലട്ട ഈ എന്താണ് ഈ ലവ് ട്രാക്ക്? ഒരു പെൺകുട്ടിയോട് നമുക്ക് കുറച്ച് അടുപ്പം തോന്നിയാൽ നമ്മൾ പോകുന്നത് 85 days 100 days ഒക്കെ നിൽക്കുമ്പോൾ, ഒരു വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കായി നിൽക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഭയങ്കര വാല്യൂ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ വാല്യൂബിൾ ആളായിരുന്നു ജിസയിൽ. അപ്പോൾ അതിൽ ലവ് ട്രാക്ക് ആണോ ഇല്ലെങ്കിൽ
എന്ത് ട്രാക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവളുടെ കൂടെ ജെനുവനാണ്, അവളെ എൻ്റെ കൂടെ ജെനുവനാണ്. ആ വീട്ടിൽ നമ്മൾ ജെനുവനായിട്ട് രണ്ടുപേര് നല്ല ബോണ്ടിൽ നിന്നൊരു രണ്ടും പ്ലേയേഴ്സാണ് ആക്ച്വലി. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് ലവ് ട്രാക്ക് ആൻഡ് ഷിറ്റ്. ഓക്കെ, ആരിനും ജിസയിലും അല്ലാതെ ഉള്ള ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് തോന്നിയത് ആരെയായിരിക്കും? അൺഫെയർ എവിക്ഷൻ തോന്നിയത് എനിക്ക് ആ സമയത്ത് ഐ ഫീൽ അപ്പാണി ശരത്തിൻ്റെ എവിക്ഷനാണ്. അപ്പാണി ശരത്ത് എന്ന് പറഞ്ഞ ആളൊരു നല്ലൊരു ആക്ടറാണ്, പെർഫോമറാണ്. പുള്ളി പോയ ദിവസങ്ങൾ പുള്ളിക്കാട്ട് കുറച്ച് ബാഡ് പ്ലേസ് ആ വീട്ടിലുണ്ടായതാണ്. സോ വെൻ ഹീ ലെഫ്റ്റ് ഇസ് നോട്ട് ബിക്കോസ് ഹീ കുഡൻറ്റ് ഗിവ് കണ്ടന്റ്. ഹീ ലെഫ്റ്റ് ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു നല്ല പ്ലെയറിനെ എങ്ങനെ ഔട്ടാക്കി മസാല കൂടാൻ പറ്റും ഷോയിന്, ആ ഒരു രീതിക്ക് പോയ ഒരു മനുഷ്യനാണ് അപ്പാണി. ഇഫ് ഹി വാസ് ദെയർ ഐ തിങ്ക് കുറച്ചും കൂടി ഒന്നൊരു കുറേ നാളും കൂടെ നല്ല രീതിയിൽ കളിച്ചാനെ കുറച്ചും കൂടി സമയം തരായിരുന്നു പണിക്ക്. അത്രയും നേരത്തെ ഔട്ട് ആക്കേണ്ടിയിരുന്നില്ല. ഇല്ല, ആരും ഓൾമോസ്റ്റ് എല്ലാ ടാസ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടാസ്കിൽ വിന്നറായത് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷൻ വന്ന ഒരാളാണ്. ടാസ്കിൽ അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതാ? ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലയിൽ ഞാൻ ചെയ്ത് മറ്റേ കയറി പിടിച്ച ടാസ്ക് ഏറ്റവും മോട്ടിവേഷണൽ ആയിട്ട് എനിക്ക് ഹിറ്റായ ടാസ്ക്കാണ് അത്. എൻ്റെ മസിലൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, ഈ കൈയൊക്കെ നമ്പായി, ലൈക്ക് ഇതിങ്ങനെ അടിച്ചാൽ കൈ മരവിച്ചിരിക്കുന്നു, ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടച്ച് ഷോൾഡർ കാരണം ഇങ്ങനെ നിൽക്കുക ഫുൾ. 5 ബിഗ് ബോസ് അഭിനന്ദനങ്ങൾ 4.5 മണിക്കൂറായി, അഭിനന്ദനങ്ങൾ 5 മണിക്കൂറായി, അഭിനന്ദനങ്ങൾ 5.5 മണിക്കൂറായി. അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുക്കുക 7 hours. ലൈക്ക് വൺ big like അത് അടിപൊളിയായിരുന്നു. not forget that task in my life. ഓക്കെ, നമുക്ക് അവിടെ ഫുഡൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ബിഗ് ബോസിൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫുഡ് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്തിട്ടുണ്ട്, പുറത്ത് വന്നിട്ട് എനിക്കൊന്ന് കഴിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ തോന്നിയത്? ഏറ്റവും കൂടുതൽ ബട്ടർ ചിക്കൻ ആൻഡ് നാൻ. എനിക്ക് ബട്ടർ ചിക്കനും നാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ക്രേവ് ചെയ്ത ആ ബട്ടർ ചിക്കൻ്റെ ഒരു സ്വീറ്റിഷ് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഗ്രേവിയുടെ ഒരു തിക്നെസ്സും പിന്നെ പറഞ്ഞു കൊതിപ്പിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു തിക്നെസ്സും ഗ്രേവിയും അതെല്ലാം മിസ് ചെയ്തു. വന്നിട്ട് കഴിച്ചോ? വന്നിട്ട് കഴിച്ചു, പുറത്ത് വന്ന അവിടെ കഴിച്ചു. ഓർഡർ ചെയ്ത് ഫസ്റ്റ് അതാ കഴിച്ചത്. ഓക്കെ, ഞാൻ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ആര്യൻ്റെ ഈ ഒരു ജേർണി, അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ആള് അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, ഭയങ്കര പ്രഷറുള്ള ഉണ്ടാവും. ആ ഒരു ടൈം എവിക്റ്റ് ആയ ഒരു ടൈം ആൻഡ് ഓൾസോ തിരിച്ചുവിടെ വന്നതിന് ശേഷം ഇത്രയും സപ്പോർട്ട് ഉണ്ടാകുന്ന പറഞ്ഞ ഈ ഒരു 4 സ്റ്റേജ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ഈ സമയത്തൊക്കെ ഉള്ളൊരു മെന്റൽ സ്ട്രെങ്ത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മെന്റൽ സ്ട്രെങ്ത് അവിടെ ചെന്നപ്പോൾ ഉള്ളത്, പിന്നെ എവിക്റ്റ് ആയി എന്ന് അറിഞ്ഞപ്പം ആൻഡ് പുറത്തുനിന്ന് ഇത്രയും സപ്പോർട്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ പറയാം. മൊത്തത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഡിസിപ്ലിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മോർണിംഗ് വരെയൊക്കെ എണീക്കില്ല, ബെഡ് ശരിയാക്കില്ല, ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, വീട്ടിലെ കക്കൂസ് കഴുകിയിട്ടില്ല, വീട്ടിലെ കിച്ചണിൽ കയറിയിട്ടില്ല, വീട്ടിൽ ഫ്ലോർ കഴുകാറില്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ലൈഫിൽ. ഇതൊരു 1 സ്റ്റെപ്പ് ടു ഡിസിപ്ലിൻ ആവാൻ വേണ്ടി ഞാൻ എടുത്ത് ഒരു സക്സസ് എന്ന് പറയുമ്പോൾ 2 വീക്സിലാണ്. ഫസ്റ്റ് 2 വീക്സിൽ ഞാൻ പിക്കപ്പ് അടിച്ചു ഈ കാര്യത്തിൽ. എങ്ങനെ ലേൺ ചെയ്യും, കക്കൂസ് എങ്ങനെ കഴുകും, സോറി വാഷ്റൂം എങ്ങനെ കഴുകും, ഞാൻ ചോദിക്കാം. ഹോണസ്റ്റ്ലി ഇതേ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ ഞാൻ കാണിച്ചു തരാം. കക്കൂസ് ടീം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് എവിടുന്ന് വന്നു? ഇവരെ തന്നെ പഠിപ്പിച്ചു, ഈ അക്ബറും ഇവരൊക്കെ എല്ലാം എന്നെ പഠിപ്പിച്ചു. കക്കൂസ് ടീമാടാ വണ്ട, നീ കക്കൂസ് ടീമിന്റെ ക്യാപ്റ്റനാണ് ആര്യാന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആയിപ്പോയില്ലേ. ഞാൻ പറയുന്നത് ഈ വാഷ്റൂം ടീമിലൊക്കെ എനിക്കൊന്നും അറിയില്ല എങ്ങനെയാണ് വാഷ്റൂം വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെസൽസ് കഴുകേണ്ടത്, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വന്ന് ഒരു റോ ആയിട്ടാണ് അവിടെ ലേൺ ചെയ്തത് ഫുഡ് ഉണ്ടാക്കാൻ. ഐ കൻ മേക്ക് ചപ്പാത്തി, ചോറ്, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ, ദാൽ, സാമ്പാർ എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ വിന്നറായുള്ള ബെറ്റില്ലേ, അതിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ ഫുഡ് ഐ വിൽ മേക്ക് യു ഫുഡ് 100%. ഓക്കെ. സോ ഈ കാര്യത്തിൽ ഐ ലേൺഡ് all this and I learned how to get up in the morning at the correct time. ഈ പാട്ട് കേൾക്കുമ്പോൾ അപ്പം തന്നെ എണീച്ച് ഞാൻ ബെഡൊക്കെ റെഡിയാക്കി ഞാൻ ഡാൻസ് ചെയ്യാൻ പോകും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു. പിന്നെ എപ്പോഴും ഞാൻ ഈ സംസാരത്തിൽ കുറച്ചും കൂടി റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരെ. ഈ സ്മോൾ ലേണിങ്സ് ചെയ്താണ് ഞാൻ ഈ 85 ദിവസത്തെ ജേർണി ഒന്നും കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഞാൻ ഭയങ്കര മെച്ചുവറായി. 23 വയസ്സുള്ള ആര്യൻ കുറച്ചും കൂടി ഒരു ഐ ഫീൽ ആൾക്കാരോട് സംസാരിക്കാനോ ഇല്ലെങ്കിൽ മെച്യൂരിറ്റിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നുന്നു. എൻ്റെ സ്വഭാവം ഇപ്പോഴും കുട്ടികളി കേട്ടോ, ഐ എം സ്റ്റിൽ ദാറ്റ് ഇമ്മച്യൂർ ഗൈ ഇൻസൈഡ്. ബട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മെച്യൂർ ആവാൻ പറ്റും നമുക്ക്. എല്ലാം കോമഡി അല്ല. അതിലൊരു ഈ ജേർണിയിൽ അതൊരു വ്യത്യാസം വന്നു. ആ ഒരു വാട്ട് യു സേ ദാറ്റ് ഇസ് മൈ പ്രോഗ്രസ്.
ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നത് എല്ലാം കോമഡിയാണ്. കിട്ടിയ ഒരു വലിയൊരു മാറ്റം. യെസ്, മാറ്റം. ഇതിന് മുമ്പ് ചെയ്തത് ഞാൻ എല്ലാം കോമഡിയാണ്. ഇൻ്റർവ്യൂസ് ആയാലും പുറത്ത് സിനിമയുടെ സെറ്റിലായാലും എല്ലാം തമാശ കളി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. എപ്പോഴും തമാശയല്ല, ചില സാധനങ്ങൾ ഇമ്പോർട്ടൻറ്റ് ലൈഫിലാണ്. ദാറ്റ്സ് വാട്ട് ഐ ലേൺ ഫ്രം ബിഗ് ബോസ് ദ മോസ്റ്റ്. ഈ കാര്യത്തിൽ ഒരെണ്ണം ഡിസിപ്ലിൻ. Then there's also I learned a lot of communication skills. മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് ഡേ എനിക്ക് വായിക്കാറിയില്ല, പക്ഷേ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഷോയിൽ നിങ്ങൾ കാണിക്കും 60-70 ഡേയ്സ് എന്തോ ആയപ്പോൾ ഞാൻ മൊത്തം വായിച്ചു. ബിഗ് ബോസ് കൊടുത്ത സാധനം മൊത്തം വായിച്ചു. സോ അതൊക്കെ എനിക്ക് വേണ്ടി ഒരു പേഴ്സണൽ സക്സസ് ആണ് ലൈഫിൽ. നമ്മുടെ പ്രവീൺ ഔട്ടായതിനു ശേഷം തന്നെ പ്രവീൺ പറഞ്ഞ ഫസ്റ്റ് സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ലൈക്ക് ഐ തിങ്ക് ഫ്രം ദ എയർപോർട്ട് ഇറ്റ് സെൽഫ്. അവിടെ നിന്ന് തന്നെ പറഞ്ഞ സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജിസയിലും ആരനും തമ്മിൽ നടന്നെന്ന് അനു പറഞ്ഞ കാര്യം ഇറ്റ്സ് ട്രൂ, അത് നടന്നത് തന്നെയാണ്. ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ എക്സ്പ്ലനേഷൻ നിങ്ങൾ അങ്ങനെ കണ്ടില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എനിക്ക് സംസാരിക്കണം, പക്ഷേ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനെ കുറച്ച് പൈസ വാങ്ങിക്കണം ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടി, ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ പ്രവീനെ എല്ലാം അറിയാം കേട്ടോ, പ്രവീനെ വിളിക്കാം, ആ പുതിയ പയ്യനെ വിളിക്കാം, ആ പുതിയ പയ്യൻ വന്നിട്ടുണ്ടല്ലോ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, മറ്റേ കണ്ടന്റ് ഇട്ടു അവനെ വിളിക്ക് പൈസ. അപ്പോൾ അവനത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളൊക്കെയാണ്. അത് ഞാൻ കണ്ടു എന്നൊക്കെ. അവൻ എന്ത് കണ്ടു? എത്ര ദിവസം ഉണ്ടായിരുന്നു ആ വീട്ടിലവൻ? എത്ര ദിവസം ഉണ്ടായിരുന്നു? 1 വീക്കാ 2 വീക്കാ? ആ 2 വീക്ക് വന്നൊരു ചെക്കൻ. ഞങ്ങളിപ്പോൾ 85 ദിവസമായിട്ട് നമ്മളവിടെ ആ വീട് അങ്ങനെ നമ്മുടെ വീടായിട്ട് കാണുക. വി ഹവ് ബീൻ കണക്റ്റഡ് ടു ദ ഹൗസ് ഫോർ 85 days. 2 വീക്ക് വന്നൊരു ചെക്കൻ വന്നിട്ട് പറയാൻ ഞാൻ കണ്ടു. എന്ത് കണ്ടു നീ? What you have seen? That's bullshit, man. That is. I don't promote fake paparazzi. I don't promote fake news, fake things. If something is there, I will tell you that this happened. I am that honest. അല്ല, ശരിക്കും ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ലൈക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡ്രാമയൊന്നും ഇല്ലാതെ സ്ട്രേറ്റ് ഫ്രം ഹേർട്ട് ആണ് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ബിഗ് ബോസ് കാണുമ്പോഴും അതിനുശേഷം ഇന്റർവ്യൂസ് കാണുമ്പോഴും സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലോ. ഇന്റർവ്യൂസിൽ എനിക്ക് കള്ളം പറഞ്ഞിരിക്കുന്നു കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളായിട്ട് ഒരു ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ വി ആർ കമ്മിങ് ആൻഡ് ടെലിംഗ് വാട്ട് ഹാപ്പൻ ഇൻ ദ ഹൗസ്. സോ ഞാൻ കള്ളം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്റർവ്യൂസിൽ ഒരിക്കലും ഐ വോണ്ട് സേ ബുൾഷിറ്റ്, ഐ വോണ്ട് ലൈ അബൌട്ട് മൈ ലൈഫ്. ഐ വിൽ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പ് 2 ആൾക്കാരുണ്ടല്ലോ, ലാലേട്ടൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിൽക്കുന്നത്. അതിലൊരാൾ ആര്യനായിരുന്നെങ്കിൽ അപ്പുറത്ത് വരണമെന്ന് ആര്യൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ ആരായിരിക്കും? അക്ബർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല ടാസ്ക് വൈസ് എൻ്റെ കൂടെ കളിക്കുമ്പോൾ എപ്പോഴും 2nd 3rd പൊസിഷനിൽ പുള്ളി എപ്പോഴും ഉണ്ട്. എൻ്റെ താഴെ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ പുള്ളി കാണാറുണ്ട് എപ്പോഴെങ്കിലും. അത്ര ടാസ്കിൽ എഫേർട്ട് ഇടുന്ന ആളാണ്. സംസാരിക്കാൻ വന്നാലും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിക്കലി കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ പുള്ളി ഭയങ്കര പൊളിറ്റിക്കലാണ്. ഈസ് എ വെരി പൊളിറ്റിക്കലി smart person. So I feel Akbar should have been a good option right next to me in terms of task ആയാലും സംസാരത്തിൻ്റെ രീതി ആയാലും ഓവറോൾ കുറച്ച് ആൾക്കാരെ ക്രൂസിഫൈ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതല്ലാത്ത ബാക്കി പുള്ളി ഒരു പെർഫെക്റ്റ് ആണ്. ഓക്കെ, ആരും ഒരു ചാൻസ് കിട്ടുകയാണ്, അവിടെ നടന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് ഒന്നെങ്കിലും റീക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുറച്ചൊന്ന് ചേഞ്ച് വരുത്തി ബെറ്റർ ആക്കാം. അപ്പോൾ എന്തെങ്കിലും ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് തോന്നാലോ പക്ഷേ ഞാനത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ തോന്നി ഏതെങ്കിലും ഒരു മൊമെന്റ് യു ക്യാൻ റീലീവ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും? 2 റിഗ്രറ്റ്സ് ഉണ്ട്. ഒരെണ്ണം ശൈത്യ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചു. ശൈത്യ ഒരു ഭയങ്കര ഇമോഷണൽ ഫാമിലി ഓറിയൻറ്റഡ് ഒരു സൂസൈഡൽ തോട്ടുള്ള സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ വന്നിട്ട് അത് കേട്ടിട്ട് ശൈത്യ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പാണി നോക്കിയപ്പോൾ അപ്പാണി ഇങ്ങനെ എന്തോ മണ്ടത്തരം കാണിച്ച് പൊട്ടൻ അപ്പാനി എന്നെ ചിരിപ്പിച്ച്. അപ്പം ഞാനും ഇങ്ങോട്ടും ഞാൻ അപ്പാണിയെ നോക്കുന്നു, അപ്പാണി ചിരിക്കുന്നു, അപ്പാണിയെ നോക്കി അപ്പാണി ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റോറി എന്താ നടക്കണത് എനിക്ക് ഒരു ധാരണയില്ല. ഞാൻ അത് മൈൻഡാക്കിയില്ല. ഞാൻ അപ്പാണി നോക്കണം, അപ്പാണി നോക്കി ഞങ്ങൾ തിരിച്ചു പോകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ശൈത്യ ഒരു സൂസൈഡൽ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി കഥ ഇമോഷണൽ കഥ പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നു, ഇതെന്തോ ഒഫെൻസീവാന്ന് പറഞ്ഞിട്ടപ്പോൾ എല്ലാവരും ചാടി ബഹളാക്കി. വിച്ച് ഐ റിയലി ഫെൽ ബാഡ് അബൌട്ട്. ആ സമയത്ത് ഈ കോമഡി എല്ലാം മാറ്റി ഞാൻ കുറച്ചും കൂടി ശൈത്യയുടെ കഥയിൽ ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു. അത് കുറച്ച് ഡിസ്റെസ്പെക്റ്റ് ആയിന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെനിക്ക് റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ജിസയിൽ പോകുന്ന ദിവസം ഞാൻ ജിസയിലിനെ ഇങ്ങനെ കളിയാക്കി. ഇവൾ എപ്പോഴും ചൂ പറഞ്ഞുകൊണ്ടിരിക്കും ബിഗ് ബോസ്, എനിക്ക് കുറച്ച് മെൻ്റൽ സ്പേസ് വേണം. അപ്പോൾ അത് പറഞ്ഞ ദിവസമാണ് ജിസയിൽ ഔട്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ തമാശയ്ക്ക് പറഞ്ഞാലും അവളെന്നെ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ബിഗ് ബോസ് ഇവൾ എപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും ചൂ എനിക്ക് കുറച്ച് പീസ് ഓഫ് മൈൻഡ് വേണം. ആ ദിവസമാണ് അവൾ ഔട്ടാവുന്നത്. ദൈവം കൊടുത്ത പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പീസ് ഓഫ് മൈൻഡാണ്. അവളെ പുറത്താക്കി. which I didn't want. I didn't like. I was very sad that she went outside. അത് രണ്ടും ആണ് ഏറ്റവും regretful moment. Yes. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാനവാസിന് വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ആദ്യം ഭയങ്കര ഹൈപ്പായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് നോട്ട് ചെയ്ത ആൾ ആര്യനാണ് ഫസ്റ്റ് ഷാനവാസിനെ കണ്ടിട്ട് പറയുന്നത് എല്ലാവർക്കും രുദ്രൻ്റെ എഫക്റ്റാണ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് രുദ്രൻ്റെ ഒന്നുമില്ല, എനിക്ക് പൂച്ചക്കുട്ടിയെ പോലെ തോന്നുന്നത് ആദ്യം പറഞ്ഞാൽ ആര്യനാണ്. അപ്പോൾ ഇപ്പം എന്താ തോന്നുന്നത്?
ഞാൻ ഈ വീട്ടിൽ വന്ന് തുടങ്ങിയത് ഫസ്റ്റ് ആൾക്കാരെ ഇക്ക, ചേട്ടാ, ചേച്ചി, നമസ്കാരം. നമ്മൾ വരുമ്പോൾ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ഫോർമൽ ആയിരിക്കില്ലേ കുറച്ച് ആൾക്കാരെ ഫസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും ഷാനവാസ് ചേട്ടാ, ഷാനവാസ് ഇക്ക ഫുഡ് ചെയ്തോ, പിന്നെ ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ ഷാനവാസ് ഇക്ക അത് ചെയ്ത് തെറ്റാണ്, കുറച്ചും കൂടി ബെറ്റർ ആക്കുക. 23 വയസ്സുള്ള ഞാൻ അത്രയേ ഉള്ളൂ എനിക്ക്. പുള്ളിക്ക് 45-50 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സോറി 50 വയസ്സിലല്ലേ അറിയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ചെയ്യൂ, നീ നിൻ്റെ വീട്ടിൽ പോയി പറയടാ, ഫസ്റ്റ് വർക്ക് നീ നിന്റെ വീട്ടിൽ പോയി പറയടാ. ഞാൻ പറഞ്ഞു നീ പോടാ ഇറങ്ങി വന്നിരിക്കുന്ന ഉത്തരം കാണിക്കേണ്ടി വരും പൂച്ച മാതിരി. എനിക്കും ചൂട്. ഞാൻ പിന്നെ ഞാൻ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുമ്പോൾ പുള്ളി എന്നെ തന്തയ്ക്കും തള്ളക്ക് വിളിച്ചപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് മനസ്സിലായി പുള്ളി അപ്പൊ തന്നെ വേറൊരു പൂച്ചയാണ്. മാസം ജാടയും മുണ്ടൊക്കെ ഇറക്കും. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ പുള്ളി ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡ് വരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും തന്നെയാണ് തോന്നുന്നത് രുദ്രനല്ല പൂച്ചയാണെന്ന്. ഒരിക്കലും ഞാനൊരു സീക്രട്ട് ടാസ്ക് ചെയ്തപ്പോൾ ഞാൻ അയാൾക്ക് ചിക്കൻ്റെ എല്ല് പോലെ കാണിച്ചു കൊടുത്തു. അയാൾക്ക് അത്ര ബോധം പോലെ ഇല്ലേ, സീക്രട്ട് ടാസ്ക് ആണ്, സീക്രട്ട് എടുത്തൂടെ. ഞാൻ ചിന്തിക്കാം വെയിറ്റ്, ഞാൻ പറയാം. ചിന്തിക്കാൻ പറയാം, സമയം എടുക്കുന്ന പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഇതാണ് രുദ്രൻ. നിങ്ങൾ രുദ്രനെ കാണുമ്പോൾ ഒരു ഹീറോ ആയിട്ടല്ലേ. ഒരു ഹീറോ ഇങ്ങനെ പോലത്തെ പരിപാടികൾ കാണിക്കുമോ? എടാ പുറത്തൊരു ടാസ്ക് നടക്കുന്നുണ്ട്. ഇതൊരു പൂച്ചയുടെ സ്വഭാവമല്ലേ. അപ്പൊ എനിക്ക് തോന്നിയത് കറക്റ്റ് ആയിരുന്നു. ഇങ്ങനെ തന്നെയാണ് പുള്ളിയും പുഷും ഇങ്ങനെയൊക്കെ ഫ്രണ്ടിലോട്ട് വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ അകത്തൊക്കെ ഈ പറഞ്ഞ പോലെ വലിയൊരു മാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെ മറ്റൊരു മാസ് ഇമ്പാക്ട് സൃഷ്ടിച്ച ഒരാളാണ് നമ്മുടെ ലക്ഷ്മി. ലക്ഷ്മി ഈവൻ നമ്മുടെ ആര്യനുമായിട്ടുണ്ടായ ആ ഒരു ഇഷ്യൂ ഏതാണ്, ഫുഡ് കഴിക്കാൻ നേരത്ത് വാങ്ങിച്ചുകൊണ്ട് പോയത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ആര്യൻ്റെ തന്നെ ഒരു കണ്ടന്റ് അതിനകത്ത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് ഡബിൾ മീനിങ് തോന്നാറുണ്ട് പല ജോക്സൊന്നും. അപ്പോൾ തിരിച്ചു കൊടുത്തൊരു റിപ്ലൈയും പുറത്തതിന് നല്ല ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഹൗസിൽ എങ്ങനെയായിരുന്നു ശരിക്കും ലക്ഷ്മി? ആ ഒരു കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള റൂഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ലക്ഷ്മി കുറച്ചൊരു പ്രിൻസിപ്പിളിൻ്റെ ഒരു ക്യാരക്ടറാണ്. ലക്ഷ്മിക്ക് കറക്റ്റായി തോന്നിയ സാധനങ്ങൾ എല്ലാം കറക്റ്റ് ആവണം. ഇപ്പോൾ ലക്ഷ്മിക്ക് തോന്നിയത് എൻ്റെ ലാംഗ്വേജ് ശരിയല്ല, ഇപ്പോൾ ലക്ഷ്മി പറയും ലാംഗ്വേജ് ശരിയാക്കണം. ലക്ഷ്മി പറയും ഇതങ്ങനെയല്ല, അങ്ങനെ ആവണം. ലക്ഷ്മി ഒരു പ്രിൻസിപ്പളാണ്, നമ്മളവിടെ റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അഗേൻസ്റ്റ് വരും. ലക്ഷ്മി പറഞ്ഞു ആര്യന് എപ്പോഴും ഡബിൾ മീനിങ് ജോക്സ് പറയാറുണ്ട്, ഞാൻ അവളുടെ അമ്മേനെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ മുഖം എനിക്ക് ഇഷ്ടമല്ല, നിൻ്റെ ഹസ്ബൻഡിനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും. എന്ത് ചെയ്യും? അപ്പോൾ അവിടെ പോയിരിക്കും. എനിക്ക് എന്നെ മാറ്റാൻ പറ്റില്ല, നീ നിന്നെ മാറ്റണ്ട. യു ബി ലൈക്ക് ഹൗ യു വാണ്ട്, ഐ വിൽ ബി ലൈക്ക് ഹൗ ഐ വാണ്ട് ടു ബി. സോ വി ഹാഡ് ദിസ് കോൺവെർസേഷൻ, വി ഹാഡ് ദീസ് ഫൈറ്റ്സ്. പിന്നെ ഫുഡ് മാറ്റിയ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്താണ് ഫസ്റ്റ്. ഞാൻ കുറച്ച് റിമൈനിങ് ചോറുണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഞാൻ കൈ എടുക്കാൻ നോക്കിയപ്പോൾ വലിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബാഡ്, അതങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തട്ടിപ്പറിച്ചത്. ഇത്ര ചോറ് കഴിച്ചാൽ അവിടെ ആരും ചത്തൊന്നും പോവില്ല. അപ്പോൾ ആ ചോറെടുത്തപ്പോൾ തട്ടികളെ ഭയങ്കര അയ്യോ. അപ്പോൾ ചോദിച്ചു നീ ഒന്നും കഴിച്ചില്ലേ? ഞാൻ വിശക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട്, ഞാൻ കഴിച്ചില്ല. ഞാൻ ഭയങ്കര ഓണസ്റ്റ്ലി റിപ്ലൈ ചെയ്താണ്, ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരു കയ്യിൽ കയറും, ഒരു കയ്യിൽ ഞാൻ കുറച്ച് കഴിക്കാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവിച്ച കാര്യങ്ങൾ. പിന്നെ എനിക്ക് മനസ്സിലായത് ഭയങ്കര നെഗ് ആണ് ആക്ച്വലി, അങ്ങനെ ഒരിക്കലും ചെയ്യാതെ. പിന്നെ എല്ലാവരും പറഞ്ഞു ലക്ഷ്മി അത് ഭയങ്കര മോശമായി പോയി. ഒരാളങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അവിടെ പ്ലേറ്റ് എത്താൻ ഭയങ്കര സാഡാണ്. അപ്പോൾ എന്തായാലും ആര്യൻ, ഞാനിതിന് മുന്നേ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇതിന് മുന്നേ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പം എനിക്കും ഭയങ്കര ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര വ്യക്തമായ ഒരു തോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ ആര്യനെ സംസാരിക്കുമ്പോൾ. നേരത്തെ നമ്മൾ അന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഫൺ ഫീൽഡ് ആണെങ്കിലും ഇപ്പം ഫണ്ണുണ്ട്, ഡെഫിനറ്റ്ലി എൻ്റർടൈനിങ് ഒക്കെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയുക, ആ ഒരു ചേഞ്ചിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് ആര്യൻ ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ റെന ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യൻ ഔട്ട് ആകുമ്പോൾ ഒരുപാട് ഗേൾ ഫാൻസ് വരും, ഒരുപാട് പേര് വരും. ശരിക്കും അത് ഉണ്ടായില്ല, അങ്ങനെ തന്നെ ഉണ്ടായി. ഒരുപാട് ആൾക്കാർ വന്നു ശരിക്കും. അപ്പോൾ ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് ആര്യൻ. താങ്ക് യു. The session was actually very nice. Okay, thank you.